പോലീസിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദനാരോപണം. ഇടിയന്മാർ പോലീസിൽ മാത്രമല്ല വനം വകുപ്പിലും ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്. പൊതുപ്രവർത്തകനായ നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസിനാണ് മർദ്ദനമേറ്റത്. 2020 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതി ചേർത്ത് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. കാര്യം എന്തെന്ന് പോലും പറയാതെ 4-5 പേർ വളഞ്ഞിട്ട് തല്ലുകയും കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റതിൽ പിന്നെ നിത്യരോഗിയായെന്നും ബൈജു പറഞ്ഞു. മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും പരാതി നൽകാനാണ് ബൈജുവിന്റെ തീരുമാനം. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. അടിക്കില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വേറെ കുറേ ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ട് എന്നെ അകത്തൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് എല്ലാവരും കൂടെ കൂടി വളരെ മാരകമായ രീതിയിൽ എൻ്റെ ചങ്കിരിടിക്കുക, എൻ്റെ തലക്കിരിക്കുക. പിന്നെ കുന്നമംഗലത്തെ കേസ് കണ്ടപ്പം അദ്ദേഹത്തിനേക്കാളൊക്കെ ക്രൂരമായ മർദ്ദനം നടത്തി. അവസാനം എൻ്റെ കൈയൊക്കെ അവർ കെട്ടിയിട്ട് തന്നെ അടിച്ചു. അപ്പോൾ നമുക്കന്ന് തിരിച്ച് പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറയാനുള്ളൊരു പേടിയെന്ന് വെച്ചാൽ നമ്മളെ മെഡിക്കലിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെയും ഇവരിവിടെ തിരിച്ചു കൊണ്ടുപോയില്ല. ആ സമയത്ത് വല്ലതും പിന്നെയും ഇതുവല്ലതും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോടതിയിലും മജിസ്ട്രേറ്റ് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ദേഹോദരം എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അന്ന് പറയാൻ പേടിച്ചിട്ട് പറയാനാണ്. പക്ഷേ ഇന്നിപ്പം ഇത് കണ്ടപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വലിയ ആപത്താണ്, സമൂഹത്തിന് വലിയ ആപത്താണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ്. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ. പോലീസിൽ മാത്രമല്ല ഇടിയന്മാർ, വനം വകുപ്പിലും ഇടിയന്മാരുണ്ടെന്നാണോ ബൈജു ആൻഡ്രൂസ് പറയുന്നതിലെന്ന് മനസ്സിലാക്കേണ്ടത്? അരുൺ, ഗുഡ് മോർണിംഗ്. അത്തരമൊരു ദുരനുഭവം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനം ഏറ്റേണ്ട ദുരനുഭവം തന്നെയാണ് അകമ്പാടം സ്വദേശി കൂടിയായിട്ടുള്ള ഈ ബൈജു പങ്കുവെക്കുന്നത്. ഈ 2020 ബൈജുവിൻ്റെ ഒപ്പം തന്നെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ, കൃഷിയിടത്തിൽ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ ഒരു കേസിൽ പ്രതികളാകുന്നു. ആ കേസിൽ പ്രതിയായപ്പോഴാണ് ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈജുവിനെയും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫോഴ്സ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കൂടി ആ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ബൈജു പറയുന്നത്. അന്ന് ഈ കേസിൽ തന്നെ എന്തിനാണ് മർദ്ദിക്കുന്നത് എന്ന കാര്യം പോലും പറയാതെ, എന്ത് വിഷയത്തിലാണ് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പോലും പറയാതെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയെന്നതാണ്. അത് 4-5 ഉദ്യോഗസ്ഥർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചു. അതിനോടൊപ്പം തന്നെ പിന്നീട് കൈകൾ ബന്ധിച്ച്, കയറുകൾ കൊണ്ട് ബന്ധിച്ചടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഏറ്റവും മർദ്ദനത്തിന്റെ ദുരിതം ഇന്നും അനുഭവിക്കുകയാണെന്നാണ് ബൈജു പറയുന്നത്. കാരണം അതിനുശേഷം നിത്യമായ രോഗിയാവുന്ന അവസ്ഥയുണ്ടായി, ഗുരുതരമായ ശരീരത്തിൽ പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ അന്ന് കോവിഡ് കാല സമയമായതുകൊണ്ട് തന്നെ അന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിന് പകരം ഓൺലൈൻ വഴിയായിരുന്നു ഹാജരാക്കിയിരുന്നത്. 2020 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പിൽ കാര്യം പറയാൻ താൻ ഭയപ്പെട്ടു. കാരണം പിന്നീട് വീണ്ടും ഇതേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടുക്കലേക്കാണ് താൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെയും തന്നെ മർദ്ദിക്കുമോ എന്ന ഭയത്താലാണ് താൻ കോടതിയോട് പോലും ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത്. പക്ഷേ കുന്നംകുളത്തെ സംഭവം നടന്ന ശേഷം അതിൻ്റെ വാർത്ത വന്നപ്പോഴാണ് ഇത് തുറന്നു കാണിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇത് പരാതി പറയേണ്ടതെന്ന ബോധ്യം, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമാനമായ അനുഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നതെന്നാണ് ബൈജു പറയുന്നത്. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിക്കും ഒക്കെ തന്നെ പരാതി നൽകാനാണ് ഇപ്പോൾ ബൈജു ഒരുങ്ങുന്നത്. അതേപോലെ തന്നെ അന്ന് മർദ്ദിച്ചത് ഈ അകമ്പാടം വനം വകുപ്പിൻ്റെ അകമ്പാടത്ത് ഫോഴ്സ് സ്റ്റേഷനിൽ വെച്ചാണ് തനിക്ക് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടത് വന്നതെന്നാണ് ബൈജു വെളിപ്പെടുത്തുന്നത്. അരുൺ, താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിൽ മാത്രമല്ല ഇടിയന്മാർ, വനം വകുപ്പിലും ഇടിയന്മാരുണ്ടത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ ആത്മാഭിമാനത്തിനല്ലേ അടിയേൽക്കുന്നത്? ശരീരത്തിനുള്ള വേദന നമ്മളങ്ങ് മറക്കും, പക്ഷെ ആത്മാഭിമാനത്തിനേറ്റ വേദനയോ അത് മറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്.